യുദ്ധം തുടങ്ങിവെച്ചവരുടെ കൈകളിൽ അത് നിൽക്കില്ല, കൈവിട്ടു പോകുന്നു എന്ന കാര്യം റെസ്റ്റ് ഓഫ് ദി വേൾഡിന് ബോധ്യമാകുമ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മരുമകൻ ജെറാഡ് കുഷ്നർ മുൻകൈ എടുത്തുകൊണ്ട് ഇസ്രയേലിനെയും ലെബനോനെയും നേരിട്ട് സംസാരിപ്പിച്ച് പ്രശ്നം പരിഹരിച്ച് ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. CNN അടക്കമുള്ള മാധ്യമങ്ങൾ രാത്രി ഇക്കാര്യം വളരെ പ്രാധാന്യത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരിക്കുന്നത് ഈ നേരിട്ടുള്ള ചർച്ച ഇപ്പോൾ അനിവാര്യമായി മാറിയിരിക്കുന്നത് എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ ലക്ഷണമില്ലെങ്കിൽ മൊത്തം ലോകം യുദ്ധം തുടങ്ങി വെച്ചവരെ പഴിക്കുന്ന വിധത്തിലേക്ക് സാമ്പത്തിക സ്ലോ ഡൗൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾ, ഇറാൻ്റെ നാവിക സഖ്യം നിന്നുകൊണ്ട് മറ്റുള്ള കപ്പലുകളെ തടസ്സപ്പെടുത്തുമ്പോൾ ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന സാമ്പത്തിക സ്ഥിതി എന്നാണ് കുഷ്നറും മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം നെതന്യാഹുവിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ, ഏറ്റവും അടുത്ത വിശ്വസ്തൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡോൺ ഡെർമർ എന്നയാൾ കൂടി കുഷ്നറോടൊപ്പം ഈ ലെബനോൻ്റെയും ഇസ്രയേലിൻ്റെയും വരും ദിവസങ്ങളിലെ സീസ് ഫയർ ചർച്ചയിൽ ഉണ്ടാകുമെന്നും പറഞ്ഞു കേൾക്കുന്ന രാത്രിയാണ് ഈ മാർച്ച് 14 രാത്രിയെന്ന് CNN അടക്കമുള്ള മാധ്യമങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇന്ന് വൈകുന്നേരത്തോടെ ജെറുസലേമിൽ ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും ഭാഗത്തു നിന്നുള്ള ആക്രമണം ശക്തമാവുകയും സ്ഫോടന ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമാവുകയും ചെയ്തപ്പോൾ UN ചീഫ് തന്നെ 2 രാജ്യങ്ങളോടും പറഞ്ഞു, നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകരുത്, ഈ മേഖല മൊത്തം നശിക്കും, അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച പോലല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്, രണ്ടുപേരും അടിയന്തരമായി ചർച്ചയ്ക്ക് വരണം എന്നൊരു ഉപദേശവും UN മേധാവി കൊടുത്തത്രേ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്ന് പുറത്തു വന്ന ഏറ്റവും വലിയ വാർത്ത, അമേരിക്കയെ സ്നേഹിക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ ഉടനടി ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണയുമായി പോകുന്ന LPGയുമായി പോകുന്ന കപ്പലുകൾക്ക് എസ്കോർട്ട് സേവിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം, പടക്കപ്പലുകളുമായി മേഖലയിൽ സജ്ജരായി നിൽക്കണം എന്നുള്ളതാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി UK തങ്ങളുടെ പടക്കപ്പലുകളെ മേഖലയിലേക്ക് അയക്കുന്ന കാര്യം ആഭ്യന്തരമായി ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണെന്നും മറ്റൊരു റിപ്പോർട്ട് പറയുകയാണ്. മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഇറാൻ ഇല്ലാതാകുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് വളരെ പ്രശസ്തരായ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അവരുടെ നിരീക്ഷകരും ചില നിഗമനങ്ങളിൽ എത്തുന്നതിന് പിന്നിലും അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ അവകാശമില്ല എന്ന ആഭ്യന്തര നിയമങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും എന്തുകൊണ്ടിങ്ങനെയൊക്കെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ലോകം കരുതുന്ന ചില കാര്യങ്ങൾ അക്കമിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, 2025 ഇറാൻ ഇസ്രയേൽ യുദ്ധം നടക്കുമ്പോൾ അന്ന് അവശേഷിപ്പിച്ചത്, അന്നൊരു ന്യൂക്ലിയർ സൈറ്റുകളിൽ ബോംബിട്ടിട്ട് പോലും ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ശക്തമല്ലാതിരുന്നു. അത്തരത്തിൽ ദുർബലമായ പ്രതികരണമായിരിക്കും ഒരുപക്ഷെ ഇത്തവണയും ഉണ്ടാവുക. അതിനേക്കാൾ ശക്തമായ ആക്രമണം നടക്കുമ്പോൾ ഇറാൻ അങ്ങ് ഇല്ലാതായി പോകും എന്ന് അമേരിക്ക കരുതിയിട്ടുണ്ട് എന്ന് പോലും നിരീക്ഷകർ പറയുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് എന്നത് ബോധ്യമാകുന്നത് ഒരാഴ്ച പിന്നിട്ടപ്പോഴാണ് എന്നാണ് പറയുന്നത്. 2020 ഇറാൻ്റെ ജനറലായിരുന്ന സുലൈമാനിയെ കൊലപ്പെടുത്തിയപ്പോൾ പ്രതികരണമായി ഇറാൻ അതിശക്തമായി പ്രതികരിക്കുമെന്നൊക്കെ കരുതിയിരുന്നിടത്ത് ദുർബലമായ പ്രതികരണം വന്ന സാഹചര്യത്തിലും അതുപോലെ ഒന്നാകും ഖാമിനിയെ കൊലപ്പെടുത്തുമ്പോഴും ഉണ്ടാവുക എന്ന് വിചാരിച്ചിരുന്നിടത്ത് ഇപ്പോഴിതാ ഖാമിനിയേക്കാൾ അതിശക്തമായ അമേരിക്ക വിരുദ്ധ നിലപാടുള്ള ആളാണ് പുതിയതായിട്ട് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്, മത നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും വിചാരിച്ച പോലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നതായും ഈ നിരീക്ഷകർ പറയുകയാണ്. ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ മറ്റു രാജ്യങ്ങളെ ഇത്രയും ശക്തമായി ആക്രമിക്കുമെന്ന കരുതൽ അമേരിക്കയ്ക്ക് ആ സമയത്തുണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കപ്പെടുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ ലോകം മുഴുവനും എണ്ണയ്ക്ക് വേണ്ടിയും പാചകവാതകത്തിനു വേണ്ടിയും ഗതി കിട്ടാതെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം മാത്രം ശക്തിപ്പെട്ടു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഓരോരോ രാജ്യത്തെയും ഭരണാധികാരികളോട് ജനങ്ങൾ പാചകവാതകം എവിടെ, എണ്ണ എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും യുദ്ധം ആരംഭിച്ച പോയിന്റിലേക്ക്
ഗതി തിരിച്ചുവിടുന്ന വിധത്തിൽ ഒരു വലിയ മാറ്റം പ്രകടമാവുന്നു എന്നും ഇതേ നിരീക്ഷകർ പറയുകയാണ്. ഇതൊക്കെ അസ്വസ്ഥമാക്കുന്ന തരത്തിൽ ചില ആളുകൾ മാനസികമായ പരിവർത്തനത്തിന് വിധേയമാകാനുള്ള സാധ്യതയെക്കുറിച്ചും ഇവർ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു യുദ്ധം നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി അഭിപ്രായം പറയുക സ്വാഭാവികമാണ്. മാധ്യമപ്രവർത്തകർ അമേരിക്കയിൽ മാർക്കോ റൂബിയോ എന്ന വിദേശകാര്യ സെക്രട്ടറിയോട് എന്ന് യുദ്ധം അവസാനിക്കും, നമ്മൾ വിജയിക്കുകയാണോ, വിജയത്തിലേക്കുള്ള പാതയിലാണോ എന്ന് ചോദിക്കുമ്പോൾ എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ മാർക്കോ റൂബിയോയുടെ രൂപം മാധ്യമ ശ്രദ്ധയിൽപ്പെടുകയാണ്. അതെന്തിൻ്റെ സൂചനയാണ് എന്ന് നിരീക്ഷകർ വിലയിരുത്തുകയാണ്. കേട്ടിട്ടുണ്ടോ ഈ പേര് കരോലിൻ എന്ന അമേരിക്കൻ വനിത? അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറിയാണ്, മാധ്യമകാര്യ ഉപദേഷ്ടാവാണ്. പ്രസിഡന്റിന് വേണ്ടി കാര്യങ്ങൾ എഴുതി കൊടുക്കുകയും തയ്യാറാക്കേണ്ട പോയിന്റുകളെക്കുറിച്ച് നേരത്തെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ടുമുള്ള ഉദ്യോഗസ്ഥയാണ് കരോലിൻ. അവരിന്ന് മാധ്യമങ്ങളോട് പറയുന്നത്, ഈ ഒരു യുദ്ധം നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സകല റിസ്ക്കും പ്രസിഡന്റിനെ കൃത്യസമയത്ത് ധരിപ്പിച്ചിരുന്നതാണ് എന്ന കാര്യം പറയുമ്പോൾ അതും കേട്ടു നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ചില്ലറ ആശങ്കകൾ ഉണ്ടാവുകയാണ്. വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നതിൻ്റെ തെളിവായി കരോലിൻ്റെ പ്രസ്താവനയും മാധ്യമങ്ങൾ സ്വീകരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആശങ്ക മുന്നോട്ട് നീങ്ങുന്ന കൂട്ടത്തിലും ഹമാസ് ഇന്ന് സഖ്യകക്ഷിയായ ഇറാനോട് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇന്ന് രാത്രി എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ടായി നൽകുന്ന കാര്യമാണ്. ഒരു കാരണവശാലും ഇറാൻ തൊട്ടടുത്തുള്ള ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം നടത്തരുത്, അത് പെട്ടെന്ന് നിർത്തിവെക്കണം. സാഹോദര്യത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത് ഒരാക്രമണത്തിലൂടെ ഇല്ലാതാക്കരുത് എന്ന മുന്നറിയിപ്പും ഹമാസ് തങ്ങളുടെ സഖ്യകക്ഷിയായ ഇറാനുമേൽ നൽകിയിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള മിസൈലിൻ്റെ അവശേഷിപ്പുകൾ തുർക്കിയിലും കിട്ടി. തുർക്കി ഗവൺമെൻറ് വളരെ സജീവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു. ഇങ്ങനെ ഇരിക്കുന്ന ഇറാൻ തങ്ങൾക്ക് മേൽ എന്തിനാണ് ആക്രമണം നടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറയുന്നത്, ഞങ്ങളല്ല അങ്ങനെ മിസൈൽ അയച്ചത് എന്നാണ്. പക്ഷേ കിട്ടിയിരിക്കുന്ന ടെക്നിക്കൽ തെളിവുകൾ വെച്ചുകൊണ്ട് ഇത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നതല്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് തുർക്കി ശക്തമായി പറഞ്ഞിരിക്കുന്ന രാത്രി കൂടിയാണ് ഈ ശനിയാഴ്ച രാത്രി. ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായ കവിതയുറ്റുന്ന ശക്തമായൊരു ഭാഷയിൽ ഇന്ന് UAE പ്രസിഡന്റിൻ്റെ ഡിപ്ലോമാറ്റിക് അഡ്വൈസറായ ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. ഇറാൻ്റെ സൈനികമായിട്ടുള്ള ദുർബലാവസ്ഥയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, ധാർമ്മികമായ പാപ്പരത്വമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ, രാഷ്ട്രീയമായ ഒറ്റപ്പെടലാണ് ഗൾഫിനെ ആക്രമിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്നതാണ്. ഈ വാക്കുകളിൽ എല്ലാ അർത്ഥവും അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇറാനിലെ കണക്കുകൾ പുറത്തു വരുന്നതെന്ന് നോക്കൂ. 43,000-ലധികം കെട്ടിടങ്ങൾ നശിച്ചിരിക്കുന്നു. അതിൽ 37,000-ഓളം വാസസ്ഥലങ്ങളാണ്. 6,000-ലധികം ഗവൺമെൻറ് ഓഫീസുകളും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുമാണ്. 100 ആളുകൾ മരിച്ചു എന്ന റിപ്പോർട്ട് ഔപചാരികമായി തന്നെ പുറത്തു വരികയാണ്. ഖർജ് എന്ന് പറയുന്ന ഐലൻഡിൽ ആക്രമണം നടന്നിരിക്കുന്നു. എണ്ണയുടെ കേന്ദ്രമാണത്. അവിടെ ആക്രമണം നടന്നാൽ എല്ലായിടത്തെയും എണ്ണ കേന്ദ്രങ്ങളെ തങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ മറ്റൊരു രാജ്യത്തിനും ചെയ്തു കൊടുക്കാത്തൊരാനുകൂല്യം ഇറാൻ ഇന്ത്യക്കുമേൽ ഇന്ന് അനുവദിച്ചു കൊടുത്തത് വലിയ വാർത്തയായി, ഗോളാന്തര വാർത്തയായി മാറുന്ന വിധത്തിലായിട്ടുണ്ട്. ശിവാലിക്കും നന്ദാദേവിയും 2 ഇന്ത്യൻ പതാക പേറുന്ന കപ്പലുകൾ അവയ്ക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ ഗൾഫിൻ്റെ പാചകവാതകം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി തുറന്നു കൊടുത്തു. ഒരു എക്സ്ക്ലൂസീവ് കോറിഡോർ ഇന്ത്യക്ക് വേണ്ടി മാത്രമായി ഇറാൻ സമർപ്പിച്ചത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. 92,000 ടൺ LPG ആണ് അങ്ങനെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തുന്നത് ഈ ഒരു ആനുകൂല്യം വഴി എന്നുള്ള വാർത്തയും ലോകം മുഴുവനും പരക്കുകയാണ്. 2 കപ്പലുകൾക്ക് വേണ്ടി ഇങ്ങനെ തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഇറാൻ്റെ അംബാസഡർ തന്നെയാണ്. ഇനി അതല്ല, ഒരുപാട് കപ്പലുകൾക്ക് വേണ്ടി ഇന്ത്യക്ക് മാത്രമായി വീണ്ടും വീണ്ടും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കും എന്ന പ്രതീക്ഷയിൽ ഇന്ത്യയും മുന്നോട്ട് നീങ്ങുകയാണ്. ലോകം എണ്ണ കിട്ടാതെ വിറങ്ങിലിക്കുമ്പോൾ റഷ്യയുടെ എണ്ണ തൽക്കാലം 1 മാസത്തേക്ക് ഹലാലാക്കി കൊടുത്ത അമേരിക്കയുടെ തീരുമാനം മറുഭാഗത്ത്, പ്രത്യേകിച്ച് ഉക്രൈൻ്റെ ഭാഗത്ത് വളരെ വിഷമം പിടിച്ച ഒരു ഘട്ടം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് റഷ്യയുടെ എണ്ണ പെട്ടെന്നിങ്ങനെ ബാക്കിയുള്ളവർ വാങ്ങിക്കോളൂ എന്ന് അമേരിക്ക പറഞ്ഞത്?
എന്നാണ് സെലൻസ്കി ചോദിക്കുന്നത്. ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വീണ്ടും കാശ് കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് ഈ ഒരു തീരുമാനം കൊണ്ടെത്തിക്കുക എന്ന് സെലൻസ്കി ഉക്രൈൻ്റെ പ്രസിഡന്റ് പരിതപിക്കുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ ഒരല്പം പിറകോട്ട് പോകണം. 21 വർഷം മുമ്പ് അമേരിക്കയിൽ മിയാമിയിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണാനില്ല. ആ പെൺകുട്ടിയെ ജെഫ്രി എന്നൊരാൾ തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയതാണ് എന്നറിയാൻ കഴിഞ്ഞു എന്നൊരു പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പറയാറില്ലേ, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത പിതാവിൻ്റെ കഥ. അതുപോലെ അമേരിക്കയിലും സംഭവിച്ചപ്പോൾ അതിനെ തുടർന്നുള്ള അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു സാധാരണ ലോക്കൽ മാധ്യമമാണ് മിയാമി ഹെറാൾഡ്. ഈ മാധ്യമമാണ് ഇതിൻ്റെ പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ടെന്നും എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വിദ്വാനാണ് മൈനറായ പെൺകുട്ടികളെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കും ബിസിനസ്സും മാഫിയയും നടത്തുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്ത ആ സന്ദർഭമാണ് 21 വർഷം മുമ്പുള്ള ഈ ഒരു ഫയലുകളുടെയൊക്കെ തുടക്കമായി മാറിയിരിക്കുന്നത്. ഇനി നേരെ ആ രംഗം കട്ട് ചെയ്ത് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കെൻറ്റുക്കി എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ജനപ്രതിനിധിയായിരിക്കുന്ന ട്രംപിൻ്റെ അതേ കക്ഷിയിൽ തന്നെ വരുന്ന തോമസ് മാസി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വരിക, ഗൂഗിൾ ചെയ്യുക. തോമസ് മാസി ഇപ്പോൾ പറഞ്ഞൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വെച്ച് 21 വർഷം മുമ്പുള്ള കാര്യത്തെ നമ്മളൊന്ന് വായിച്ചെടുക്കുക. അദ്ദേഹം പറയുന്നത്, ഇറാനുമേൽ ബോംബിട്ടെന്നോ, മിസൈലുകൾ പായിച്ചെന്നോ, ഡ്രോണുകൾ അയച്ചെന്നോ, നേതാവിനെ കൊലപ്പെടുത്തിയെന്നോ, ആളുകളെ നശിപ്പിച്ചെന്നോ, കെട്ടിടങ്ങൾ ഇല്ലാതാക്കിയെന്നോ, അവരുടെ സമ്പത്ത് കവർന്നെന്നോ പറഞ്ഞിട്ട് എപ്സ്റ്റീൻ ഫയലുകളുടെ കഥ ചരിത്രത്തിൽ നിന്ന് മാറിപ്പോകില്ല എന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ഓർക്കണം എന്നൊരു ശക്തമായ മുന്നറിയിപ്പ് ഈ തോമസ് മസി പറഞ്ഞത് ഇപ്പോഴിതാ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. അന്ന് ഈ ഫ്ലോറിഡയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ഒരു ലോക്കൽ കേസ് ഇന്നിപ്പോൾ ലോകം മുഴുവനും വിഴുങ്ങുന്ന തരത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു യുദ്ധത്തിൻ്റെ പിറവി ഇങ്ങനെ ഈ സമയത്തുണ്ടായത് എന്നതുകൂടി പരിശോധിക്കുമ്പോൾ 2026 ജനുവരിയിലാണ് ഒരു ലോ സ്യൂട്ട് വഴി അമേരിക്കയിൽ എപ്സ്റ്റീൻ ഫയലുകൾ സജീവമായി പബ്ലിക്കിന് മുന്നിലേക്ക് വരാൻ തുടങ്ങിയത് എന്ന കാര്യം കൂടി നമ്മളൊന്ന് ചേർത്ത് വായിക്കണം. യുഎയിലെയും ബഹ്റിനിലെയും സിറ്റി ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ താൽക്കാലികമായിട്ടാണ് അടച്ചത്, മിഡിൽ ഈസ്റ്റ് വിട്ടു പോകുന്നില്ല എന്ന് സിറ്റി ബാങ്കിൻ്റെ അറിയിപ്പ് പറയുകയാണ്. UAE അടക്കമുള്ള ഗൾഫ് മേഖലയ്ക്ക് എയർ ഡിഫൻസ് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ബ്രിട്ടനും ഉക്രൈനും ഫ്രാൻസും ഓസ്ട്രേലിയയും ഇറ്റലിയും ഒക്കെ സന്നദ്ധത അറിയിച്ചു എന്ന റിപ്പോർട്ടും ഇന്ന് വരികയാണ്. ഇന്ന് കുവൈറ്റിൽ അമേരിക്കയുടെ എയർ ബേസിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഡ്രോണുകൾ വീണു, നാശനഷ്ടങ്ങളുണ്ടായി എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ ഇറാനിലെ പ്രശസ്തമായ ഇസ്ഫഹാൻ നഗരത്തിൽ ഒരു ഫാക്ടറിയിൽ ആക്രമണം ഉണ്ടാവുകയും 15 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് വരികയുമാണ്. ഊഹാപോഹ വാർത്തകൾ ധാരാളം വരുന്നു എന്നാണ് ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കും മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന യുദ്ധ സന്നാഹ കപ്പൽ, അതിനുമേൽ ആക്രമണമുണ്ടായി, 2 പേർക്ക് പരിക്ക് പറ്റി. അതൊക്കെ വാസ്തവമാണ്. അതിനെ തുടർന്ന് അറബിക്കടലിൻ്റെയും ഗൾഫ് ഓഫ് ഒമാൻ്റെയും പ്രദേശത്ത് നിൽക്കുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനും ഇതുപോലെ ആക്രമണം കിട്ടി എന്ന രൂപത്തിൽ വാർത്ത പ്രചരിക്കുന്നത് ശരിയല്ല എന്ന റിപ്പോർട്ടാണ് ഫാക്ട് ചെക്കിലൂടെ പിന്നീട് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് വന്ന ഡ്രോണുകളും മിസൈലുകളും UAE ശക്തമായി ഇൻ്റർസെപ്റ്റ് ചെയ്തെന്നും കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ കുറവാണ് ഇന്ന് വന്നിരിക്കുന്ന ഡ്രോണുകളുടെയും മിസൈലുകളുടെയും എണ്ണമെന്നുമുള്ള റിപ്പോർട്ടും ഔപചാരികമായി ഒഫീഷ്യൽ കേന്ദ്രങ്ങളിൽ നിന്ന് UAE പുറത്തു വരികയാണ്. ഇങ്ങനെ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേക നിയമങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഡെബ്രി വീണ് കിടന്നാൽ, മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അംശങ്ങൾ എവിടെയെങ്കിലും വീണ് കിടക്കുന്നത് കണ്ടാൽ അതെടുക്കാൻ വേണ്ടി പോകരുത്, പോയി നോക്കി നിൽക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടരുത്, ഫോട്ടോ എടുക്കരുത്, പ്രചരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ആളുകൾ മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഇങ്ങനെയൊക്കെ പോയി പെട്ടെന്ന് ഫോട്ടോ എടുക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത് സമീപകാല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ബോധപൂർവം വളരെ ശക്തമായി ഈ വിഷയത്തിൽ നിയമം അനുസരിക്കുന്നവരായി മാറണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, അരീൻ ബേക്കേഴ്സ്, eLessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽസൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, ഡീൽ പ്രൈസ്, ഇന്ത്യ GCC ബിസിനസ് ലോഞ്ച്.